വെറുത്തിട്ട് അടിയുണ്ടാക്കി പോരേണ്ട ആവശ്യമില്ല. മേ ബി ശരിയാണ്, ചിലർക്ക് ഇപ്പൊ ഒരു ഡൊമസ്റ്റിക് അബ്യൂസ് സഹിച്ച ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു സെക്ഷൽ അബ്യൂസ് ഒരു റിലേഷൻഷിപ്പിനകത്ത് നടന്ന ഒരാൾക്ക് യു ക്യാൻ സ്റ്റിൽ ലവ് ദാറ്റ് പേഴ്സൺ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷെ ഇഫ് യു ആർ സ്റ്റിൽ ഇൻ ലവ് വിത്ത് ദാറ്റ് പേഴ്സൺ, അങ്ങനെയാണ് ഈ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ചേഞ്ച് ദ വേ യു ലവ് ദം. അത്രേ ചെയ്യാനുള്ളൂ അതിനകത്ത്. ഇറ്റ് ടേക്സ് ടൈം. കുറച്ചാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാകും, നമ്മൾ തന്നെ വരയ്ക്കേണ്ട സാധനം ബോർഡറൊക്കെ വരയ്ക്കേണ്ടത് വരച്ച് നമ്മൾ മൂവ് ഓൺ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മൾ റിലേഷൻഷിപ്പിനെ കുറിച്ചല്ലേ പറയുന്നത്. ഇപ്പൊ ഈ അഞ്ജുവിന്റെ തന്നെ റിലേഷനിലാണെങ്കിലും അഞ്ജു ഇപ്പൊ ഇതുപോലെ പലതവണ ഇങ്ങനെ നിങ്ങൾ ഇതായിട്ടുണ്ടാവും, ഓക്കെ ഞാൻ ചാൻസ് കൊടുക്കാം, വീണ്ടും ഇങ്ങനെ ഇതായി. പക്ഷെ നമ്മൾ എല്ലാവരും അതേല്ലേ, നമ്മൾ ആരും ഫസ്റ്റ് ഇതിൽ തന്നെ നമ്മൾ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വിട്ടുപോരില്ല. നമ്മൾ ഈ പറയുന്ന പോലെ ജെന്യുവൻ ആയിട്ടുള്ള ഒരു സ്നേഹം നമ്മുടെ ഇടയിലുണ്ടെങ്കിൽ നമ്മൾ അവര് മൾട്ടിപ്പിൾ ചാൻസസ് നമ്മൾ കൊടുക്കും. പലതവണയും കൊടുത്തിട്ടും നമുക്ക് ആ ഒരു നമ്മളൊരു ലൂപ്പ് ക്രിയേറ്റ് ചെയ്യാണ്. എഗെയിൻ എനിക്കിത് വർക്ക്ഔട്ട് ആവുന്നില്ല, ഓക്കെ ഈ ഒരു ഇതെനിക്ക് ശരിയാവണില്ല എന്ന് നമുക്കൊരു പോയിന്റിൽ നമുക്ക് ആർക്കും നമ്മുടെ മൈൻഡ് അങ്ങനെ തോന്നും അല്ലേ. അങ്ങനെ അഞ്ജുവിന് തോന്നിയിട്ട് അഞ്ജു തന്നെയാണോ ഇനി ഇത് വേണ്ട എന്നും പറഞ്ഞ് അത് ബ്രേക്കപ്പ് ചെയ്ത് പോണ ആണോ? എക്സാക്ട്ലി. കാരണം നമുക്കിത് ആരെങ്കിലും ഒരാൾ ആ മൂവ് എടുത്തല്ലേ പറ്റത്തുള്ളൂ അതിനകത്ത്. പക്ഷെ അവിടെ നമ്മുടെ നമ്മുടെ ആംഗിളിലും നമ്മുടെ ഇതിലല്ലേ നമ്മൾ തിങ്ക് ചെയ്യണത്. അപ്പൊ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തതോ അല്ലെങ്കിൽ ഞാൻ തിങ്ക് ചെയ്യണതോ ശരിയാണോ, ഞാൻ ഈ വിചാരിക്കുന്ന പോലെ തന്നെ ആയിരിക്കുമോ ചിലപ്പോൾ ഫാക്ടറി എനിക്ക് തെറ്റിയതായിരിക്കുമോ? അങ്ങനെ ഒരു പ്രാവശ്യം കൂടെ എന്നാ ചാൻസ് കൊടുക്കണം. ഞാൻ ഒരു പക്ഷെ ഞാൻ ആലോചിക്കുന്നതിന്റെ കുഴപ്പമാണോ, ഞാൻ എന്ന് ഇങ്ങനെ മാറാം, എന്റെ തോട്ടിന്റെ കുഴപ്പമായിരിക്കും. അങ്ങനെ പ്രത്യേകിച്ചും ഇങ്ങനെ നമുക്കിപ്പോ ആങ്സൈറ്റി ഉണ്ടല്ലോ അഞ്ജുവിനെ സംബന്ധിച്ച്. അപ്പം ഞാനിങ്ങനെ ടൂ മച്ച് ആങ്ഷ്യസ് ആണ് എല്ലാ കാര്യത്തിലും. അപ്പൊ ഒരു പക്ഷെ എനിക്ക് റോങ് ആവാലോ. അപ്പം ഞാൻ ഈ ട്രാക്ക് മാറ്റി പിടിച്ചാൽ ചിലപ്പോൾ ഇത് സ്മൂത്ത് ആയി പോയാലോ, അങ്ങനെ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഇതിന്റെ ഒരു വിഷയം ഈ സംഭവത്തിന് എനിക്ക് ഉത്തരം പറയാൻ പറ്റാത്തതിന്റെ ഒരു കാരണം എന്താ വെച്ചാൽ എനിക്ക് ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയതിന്റെ കാരണം എനിക്ക് പറയാൻ പറ്റത്തില്ല. സോ അത് പറയാത്തോടത്തോളം കാലം ഞാൻ പറയാൻ പറ്റുന്നില്ല, ആൻസർ ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. ക്ലിയർ ആയി. ഓക്കെ, സാരില്ല, വിട്ടേക്കും. അപ്പൊ എന്തായാലും ആ ഒരു ഇതിൽ നിന്നും നമുക്ക് നമുക്ക് ഒരുപാട് വർഷത്തെ നമ്മുടെ ആ ഒരു ഇൻവെസ്റ്റ്മെന്റും നമ്മുടെ ഒരു ഇതല്ലേ. പക്ഷെ അതിൽ നിന്ന് അഞ്ജുവിനെ അപ്പൊ ഹെൽപ്പ് ചെയ്തത് അഞ്ജു തന്നെയാണോ, ഈ പറയുന്ന ഒരു ഡോക്ടർ എന്നാണോ? ഇവരെല്ലാരും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നോക്കും. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ തന്നെ നമ്മളെ പൊക്കിക്കൊണ്ട് വന്നേ പറ്റത്തുള്ളൂ. നോ വൺ ക്യാൻ ഹെൽപ്പ് us എന്താ പറയാ ബെറ്റർ ദാൻ അവർ സെൽഫ്. കാരണം ഇപ്പോൾ സിമ്പിൾ ആയിട്ട് തന്നെ ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ ഇപ്പൊ എന്നെ പാട്ട് പഠിപ്പിക്കുന്ന ബേണി ഇഗ്നേഷ്യസിലെ ബേണി സാറാ, ഹിന്ദുസ്ഥാനി പഠിപ്പിക്കുന്നത്. ബേണി സാറിന് എന്നെ പാട്ട് പഠിപ്പിക്കാനേ പറ്റത്തുള്ളൂ. പുള്ളി ക്ലാസ് എല്ലാ തിങ്കളാഴ്ചയാണ് എൻ്റെ ക്ലാസ്. തിങ്കളാഴ്ച രാവിലെ 10:30 സാർ എന്നെ പഠിപ്പിക്കുന്നു. സാറിനെ കുറെ ചൊട്ടഗായൽ പഠിപ്പിക്കുന്നു, കുറെ രാഗം പഠിപ്പിക്കുന്നു. ഇതെല്ലാം പുള്ളി പഠിപ്പിച്ചു. പക്ഷെ ഞാനത് പഠിക്കണ്ടേ? അത് ഞാൻ വിചാരിച്ചാലേ നടക്കത്തുള്ളൂ. പഠിക്കണോ? സെയിം തിങ് അപ്ലൈസ് വിത്ത് തെറപ്പി. നമ്മൾ വെറുതെ തെറപ്പിക്ക് പോയിരുന്ന അവര് തരുന്ന മരുന്ന് മാത്രം കഴിച്ചിട്ട് അവര് പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. നമ്മൾ പിന്നെയും ആ ഒരു ലൂപ്പിൽ തന്നെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുവാണ്. നമ്മൾ ബൗണ്ടറി വെക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ആ എൻവയോൺമെന്റിൽ തന്നെ നമ്മൾ ഇപ്പോഴും നിൽക്കുവാണെങ്കിൽ ഹൗ കം ഒരു വ്യത്യാസം ഉണ്ടാകും? സോ അത് നമ്മളും കൂടെ വർക്ക് ചെയ്താൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എല്ലാവരും അതിനുള്ളൊരു പ്രിവിലേജ്ഡ് സിറ്റുവേഷനിലാണോ എന്ന് ചോദിച്ചാൽ അല്ലാത്ത ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഇപ്പോൾ ഒരു ടോക്സിക് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്നിട്ട് അതിൽ ഒബ്സസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരും ഉണ്ട്. പിന്നെ എനിക്കറിയാവുന്ന എത്രയോ ആൾക്കാരുണ്ട്. ഇപ്പം ഞാൻ ഈ ഒരു കാര്യം ഓപ്പൺ അപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാനിത് ഓപ്പൺ അപ്പ് ചെയ്തതിൻ്റെ തന്നെ കാരണം കുറേ പേര് ഇതിൻ്റെ താഴേക്ക് വന്ന് കമൻ്റൊക്കെ ഇടാറുണ്ടായിരുന്നു ആ സമയത്ത്. ഇവളിത് പറഞ്ഞതുകൊണ്ടല്ലേ ഇങ്ങനെ ന്യൂസും കാര്യങ്ങളൊക്കെ വരാം. ഞാനത് പറഞ്ഞതിൻ്റെ ഒരു മേജർ കാരണം ഇറ്റ്സ് നോട്ട് എ ക്രൈം ടു ഡിവോഴ്സ്. ഇഫ് എ റിലേഷൻഷിപ്പ് ഈസ് നോട്ട് വർക്കിംഗ്, ഇറ്റ്സ് ഓക്കെ ടു ഗോ ഫോർ എ ഡിവോഴ്സ്, അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ്. ഒരു ടോക്സിക് ഇതിനകത്ത് നിങ്ങൾ നിങ്ങളുടെ ജീവിതം കളയുന്നതിൽ നല്ലത്, അല്ലെങ്കിൽ ശരി നിങ്ങൾക്ക് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാനാണ് താല്പര്യമെങ്കിൽ ദാറ്റ്സ് ഓക്കെ, ദാറ്റ്സ് അപ് ടു യു. പക്ഷെ ഡിവോഴ്സ് ചെയ്ത ആൾക്കാരെല്ലാം പ്രശ്നക്കാരാണ്, മോശമാണ്. ഇപ്പോൾ സിമ്പിളായിട്ട് വരുവാണെങ്കിൽ ഇപ്പൊ ഈ ഇന്റർവ്യൂ പുറത്ത് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനകത്തൊരു മേജർ സാധനം വരാൻ പോകുന്നത് ഞങ്ങൾ അന്നേ പറഞ്ഞില്ലേ ഇവളുടെ ഭാഗത്താ പ്രശ്നം. ദാറ്റ്സ് ഓക്കെ. അതാ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞത്. ഐ റീച്ച്ഡ് എ പോയിന്റ് വെയർ ഓക്കെ എന്റെ ഭാഗത്താണ് പ്രശ്നം, ദാറ്റ്സ് ഓക്കെ, കൂൾ.
അപ്പൊ അല്ല ഇപ്പം ഇപ്പം നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഇപ്പൊ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇതേപോലത്തെ സിറ്റുവേഷൻ മറ്റുള്ളവർക്കും ഉണ്ടല്ലോ. ഇതിപ്പോ ആർക്കും വളരെ കോമൺ ആയിട്ടുള്ള ഒരു സെയിം റൂട്ടിലൂടെയാണ് അഞ്ജുവിന്റെയും പോണത്. അപ്പൊ അവർക്കും കൂടെ എന്തെങ്കിലും ഒരു തരത്തിൽ ഇപ്പൊ അഞ്ജു ഇത്രയും ഒരു ക്ലിനിക്കലി സപ്പോർട്ടും കൂടെ കിട്ടി, അതിൽ കുറച്ചിപ്പം സക്സസ്ഫുൾ ആയി നിൽക്കുന്ന ഒരാളെന്നുള്ളതിൽ അഞ്ജുവിന് അത് ചിലപ്പോൾ അഡ്വൈസ് ചെയ്യാൻ പറ്റും അവർക്കാണെങ്കിൽ പോലും. ഇപ്പം ഇങ്ങനെ ഒരു റിപ്പീറ്റഡ്ലി ഇപ്പം നമ്മൾ തമ്മിലുള്ള ഇതിലാണെങ്കിൽ പോലും ഓക്കെ നിന്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്നോ അല്ലെങ്കിൽ എന്റെ ഭാഗത്ത് നിന്ന് ചിലപ്പോൾ ചിലർ വളരെ കറക്റ്റ് ആയിട്ട് അവർ പ്ലേ ചെയ്യും. അതായത് നമ്മൾ എത്ര നിന്നാലും അവരും ചിലപ്പോൾ നമ്മളെയും കൊണ്ട് പറയിപ്പിക്കാൻ നോക്കും, അല്ലെങ്കിൽ നമ്മളെയും കൊണ്ട് അവർ എക്സിറ്റ് അടിപ്പിക്കാൻ നോക്കും. ഓക്കെ ഇതാണ് ചിലരുടെ വളരെ ഭയങ്കര ഒരു ചിലരുടെ ബ്രില്യൻ പ്ലേ ആണ്. ഗ്യാസ് ലൈറ്റിംഗ് ആണ് അല്ലേ? ആ ടേമിന്റെ പേരാണ് ഗ്യാസ് ലൈറ്റിംഗ്. ആണല്ലേ? ടേം നെയിമും പഠിച്ചു കഴിഞ്ഞു, പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതിനവിടെ ഒരു അതായത് മറ്റുള്ളവർ നമ്മളെ ബ്ലെയിം ചെയ്യാണ്. ആ സെക്കൻഡ് പേഴ്സൺ നമ്മളെ ബ്ലെയിം ചെയ്തിട്ട് നിന്റെ മിസ്റ്റേക്ക് കൊണ്ടാണ് ഞാനിപ്പോ ഇങ്ങനെ ആയത്, അല്ലെങ്കിൽ നീയാണ് ഇതിനെ പറഞ്ഞിട്ട് ഇങ്ങനെ റിപ്പീറ്റഡ്ലി നമ്മളെ ബ്ലെയിം ചെയ്യാണ്. അങ്ങനെ അതിന് ബ്ലെയിം ഷിഫ്റ്റിംഗ് എന്ന് പറയുമല്ലോ. അപ്പൊ അങ്ങനെ നമ്മളെ ബ്ലെയിം ഷിഫ്റ്റ് ചെയ്ത് ഓക്കെ നമ്മളെയും കൊണ്ട് അവർ ഫൈനലി പറയിപ്പിക്കുകയാണ്. ഓക്കെ ഫൈൻ, നമുക്ക് ഇതിവിടെ നിർത്താം, എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ എക്സിറ്റ് ചെയ്യാണ് എന്ന് അവര് നമ്മളെയും കൊണ്ട് പറയിപ്പിക്കും അല്ലേ? അതിൽ ഞാൻ കണ്ടിട്ട് ഇത് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം ആര് ഇത് പറഞ്ഞാലും ഇതിന്ന് രക്ഷപ്പെട്ടാ പോരെ. എന്തിനാ ഇങ്ങനെ ചിന്തിക്കുന്നത്? ഇപ്പൊ അവര് നമ്മളെ കൊണ്ട് പറയിപ്പിച്ചാലും നമ്മൾ അവരെ കൊണ്ട് പറയിപ്പിച്ചു. ഇപ്പൊ ആര് എന്താ ബ്രേക്കപ്പ് പറഞ്ഞാലും അതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണെങ്കിൽ ആര് ബ്രേക്കപ്പ് പറഞ്ഞാലും അവര് നമ്മളെ കൊണ്ട് പറയിപ്പിച്ചതാണെങ്കിൽ പോലും ദാറ്റ്സ് ഗുഡ് റൈറ്റ്, അങ്ങനെ എടുത്താ പോരെ. പക്ഷെ അങ്ങനെ അതങ്ങനെ ഇപ്പം നമ്മൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിനിടയിലും ഞാൻ പെട്ടെന്ന് അങ്ങ് ഓക്കെ കല്ലിവലി നമുക്കെന്നാ പിരിയാന്ന് പറഞ്ഞ് ഒരു നേരത്തെ എന്റെ ഒരു ദേഷ്യത്തിൽ ചുണ്ടി എടുത്തിട്ട് ഞാൻ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ലൈഫിൽ നമുക്ക് ദൈവം മറവി തന്നിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മൾ അതിൽ പിന്നീട് അയ്യോ ഞാൻ അവിടെ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് അവരുമായിട്ടുള്ള റിലേഷൻ കണ്ടിന്യൂ ചെയ്യാമായിരുന്നു, ഞാൻ അവിടെ ഒന്നും റിഗ്രറ്റ് ചെയ്ത് അങ്ങനെ നമുക്ക് ചിലപ്പോൾ ഒരു റിഗ്രറ്റ് തോന്നാം ലൈഫിൽ അല്ലേ? നമ്മള് മേ ബി മൾട്ടിപ്പിൾ ചാൻസസ് കൊടുത്തിട്ടല്ലേ നമ്മള് ഇതിനകത്തുനിന്ന്. എന്നെയൊക്കെ സംബന്ധിച്ച് ഞാനൊക്കെ ഇപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് കട്ട് ഓഫ് ചെയ്യുന്നതാണെങ്കിലും അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് കട്ട് ഓഫ് ചെയ്യുന്നതാണെങ്കിലും ഞാൻ ഇഷ്ടംപോലെ ചാൻസ് കൊടുക്കും ആൾക്കാർക്ക്, ഇഷ്ടംപോലെ ചാൻസ് കൊടുക്കും. ചാൻസ് കൊടുത്തിട്ട് പറ്റുന്നില്ല എന്ന് കണ്ടാൽ മാത്രമേ ഉള്ളൂ ഇത്. അതിനകത്തും ഐ ഡോണ്ട് സ്റ്റോപ്പ് ലവിങ് ദം ഓർ ഐ ഡോണ്ട് സ്റ്റോപ്പ് കെയറിങ് അബൌട്ട് ദം. നാളെ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായാൽ ഞാൻ ചെല്ലത്തില്ല എന്നല്ല, ഞാൻ ചെല്ലും. പക്ഷെ എന്നെ ഹേർട്ട് ചെയ്യാനുള്ള സാധനം ഞാൻ സമ്മതിക്കത്തില്ല, അത് ഞാൻ വരയ്ക്കും. മേ ബി അതിനെ വേണമെങ്കിൽ സെൽഫിഷ്നെസ് എന്ന് വിളിക്കാം, ദാറ്റ്സ് ഓക്കെ. അന്ന് എനിക്ക് വരയ്ക്കേണ്ട ബോർഡർ ഞാൻ വരയ്ക്കും. അതായത് ഓൾറെഡി നമ്മളെ ഒരുപാട് ഹേർട്ട് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ഇനിയും അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലും നമുക്ക് അവരെ ഇഷ്ടമായതുകൊണ്ട് നമ്മൾ അവിടെ ചെയ്തു ചിലപ്പോൾ ചെയ്യായിരിക്കും. ഇപ്പൊ അവർക്കൊരു സപ്പോസ് ഒരു ആക്സിഡന്റ് ഉണ്ടായി, അവരുടെ എമർജൻസി കോണ്ടാക്ട് നമ്മൾ ആണെന്നിരിക്കട്ടെ, മാറ്റിയിട്ടില്ല, കോള് വന്നു, അത് വളരെ മാനുഷികമായിട്ടുള്ള ഒരു കാര്യമാണ്. ജസ്റ്റ് ബീങ് കൈൻഡ്, അത്രേ ഉള്ളൂ. ദാറ്റ് ഡസന്റ് മീൻ നാളെ അവർക്ക് പിന്നെയും എന്റെ തലയിൽ കയറി നിന്ന് ഇറങ്ങാനുള്ള ചാൻസ് ഞാൻ കൊടുക്കൂന്നുള്ളത് അല്ല. ഞാന് ഈ നമുക്ക് ജസ്റ്റ് ഫൊർഗീവ് പീപ്പിൾ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ക്ഷമിക്കാം, പക്ഷെ മറക്കേണ്ട ആവശ്യമില്ല. എന്താ അവര് ചെയ്തതെന്നുള്ളത് നമ്മൾ മറക്കേണ്ട ആവശ്യമില്ലല്ലോ, അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ ഒരു തയ്യകലത്തിൽ നിർത്തിയാൽ മതി. അത് എവിടെ നിർത്തണം, അവരെവിടെ നിൽക്കണം, നമ്മളെവിടെ നിൽക്കണം എന്നുള്ള ആ ബോർഡർ വരയ്ക്കുന്നത് നമ്മളായാൽ കാര്യങ്ങൾ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഇതൊന്നും ചിലപ്പോ കേൾക്കുന്ന ആൾക്കാർക്കും മനസ്സിലാവുന്നുണ്ടാവത്തില്ല. എനിക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നുണ്ട്, ആർക്കും മനസ്സിലാവുന്നുണ്ട് അഞ്ജു, വളരെ ക്ലിയർ ആയിട്ട് തന്നെ. കാരണം നമുക്ക് ആർക്കാണെങ്കിലും നമുക്കിത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അഞ്ജു പറയണത്. ഇറ്റ്സ് നത്തിങ് അങ്ങനെ ഒരു ഇതൊന്നും അല്ല. നമ്മുടെ സൊസൈറ്റിയിലും അല്ലെ നമ്മുടെ ഇടയിലും ഇത് ഒരിക്കലും ഒരു എളുപ്പമുള്ള പ്രോസസ്സാണെന്ന് ഞാൻ പറയത്തേ ഇല്ല. ഇത് വളരെ ബുദ്ധിമുട്ടുള്ള, ഒരുപാട് ശ്രമം കൊണ്ട് നമ്മള് പല തവണയും തോറ്റ് റോക്ക് ബോട്ടം, ഞാൻ എത്ര തവണ റോക്ക് ബോട്ടം ഹിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. റോക്ക് ബോട്ടം ഹിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ താങ്ക്ഫുള്ളി ഐ ഹാവ് പീപ്പിൾ അറൗണ്ട് മീ ഹു ആർ റിയലി സപ്പോർട്ടീവ് എന്നല്ല ഞാൻ പറയേണ്ടത്, ഹു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ എം ഗോയിങ് ത്രൂ എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിവുള്ള കൂട്ടുകാരുണ്ട്. ഇപ്പൊ ഞാൻ ഇന്ന് ഇവിടെ വന്ന് ചിരിച്ചിരിക്കുവാണെങ്കിൽ മേ ബി ചിലപ്പം ചേച്ചിക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഞാനൊരു സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ ഒരു ഓഡിയൻസിന് മനസ്സിലാവുന്നുണ്ടാവില്ല ഐ വാസ് ഗോയിങ് ത്രൂ എ ഡിപ്രഷൻ ഫേസ് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ടാവത്തില്ല. പക്ഷെ ക്ലിയർലി നമ്മൾ ചിരിച്ച മുഖം കൊണ്ട് നിന്നാലും മനസ്സിലാക്കുന്ന കൂട്ടുകാരുണ്ട്. തീർച്ചയായിട്ടും ഒരു കോളും കൊണ്ട് ചിലപ്പോ ഹലോ എടി എവിടാ എന്ന് ചോദിക്കുമ്പോഴേ
എന്താടി പറ്റിയത് എന്ന് ചോദിക്കുന്ന ഉണ്ട്, കൂട്ടുകാരുണ്ടാകും. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഭാഗ്യം. മലയാളികൾക്ക് സുപരിചിതയായ ഗായികയാണ് അഞ്ജു ജോസഫ്. സംഗീത റിയാലിറ്റി ഷോയിലൂടെയാണ് അഞ്ജു കടന്നു വന്നത്. സോഷ്യൽ മീഡിയയിലും സജീവമാണ് അഞ്ജു ജോസഫ്. തന്റെ വിവാഹമോചനത്തെക്കുറിച്ചും വിഷാദ രോഗത്തെക്കുറിച്ചും ഒക്കെയുള്ള അഞ്ജുവിന്റെ വാക്കുകൾ വാർത്തയായിരുന്നു. താരം വിവാഹിതയായി എന്ന വാർത്ത പുറത്തു വന്നതോടെ നിരവധി പേരാണ് ആശംസകളുമായി എത്തിയത്. എന്നാൽ വലിയൊരു കടമ്പ കടന്നുകൊണ്ടാണ് അഞ്ജു ജോസഫ് രണ്ടാം വിവാഹത്തിലേക്ക് എത്തിയത്. ഡിപ്രഷനും കണ്ണീരും ഒക്കെ നിറഞ്ഞ നാളുകൾ താണ്ടിക്കൊണ്ടാണ് അഞ്ജു ജോസഫ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. ഇതിനെക്കുറിച്ച് താരം തന്നെ തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. സിനിമയായിരുന്നു അഞ്ജുവിന്റെ സ്വപ്നം. ഇതിനിടെയാണ് റിയാലിറ്റി ഷോയിൽ എത്തിയത്. ഷോയിലൂടെ പ്രശസ്തി നേടാൻ അഞ്ജുവിന് കഴിഞ്ഞു. ഷോകളും താരത്തിനെ തേടിയെത്തി. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഷോകൾ അവതരിപ്പിക്കാൻ സാധിച്ചു. എന്നാൽ അപ്പോഴും സിനിമ എന്ന സ്വപ്നത്തിലേക്ക് എത്താൻ അഞ്ജുവിന് കഴിഞ്ഞില്ല. അതോടെ അഞ്ജു അവസരം ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ അവസരം ചോദിച്ചു നടക്കുമ്പോൾ താൻ കേട്ട തന്നെ തളർത്തിയ കമന്റായിരുന്നു ശബ്ദം കൊള്ളില്ല എന്നത്. അതോടെ ആത്മവിശ്വാസം പോയി, പാടാൻ ധൈര്യമില്ലാതായി എന്നും താരം പറഞ്ഞു. ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്താണ് അഞ്ജു വിവാഹിതയായത്. എന്നാൽ ആ ദാമ്പത്യ ജീവിതത്തിന് അധിക നാൾ ആയുസ് ഉണ്ടായില്ല. വൈകാതെ തന്നെ വിവാഹമോചനവും നടന്നു. അത് തന്റെ മാനസികാരോഗ്യത്തെ തകർത്തു കളഞ്ഞു എന്നാണ് അഞ്ജു പറയുന്നത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ അറിയുന്നത് എനിക്ക് OCD ഉണ്ട്, ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി ഡിസോർഡറും. അതെ, അപ്പൊ അത് OCPD ആണ്. OCPD ഉണ്ട്. OCPD ആണുള്ളത് അല്ലേ? പക്ഷേ ആൾക്കാർക്കൊരു തെറ്റിദ്ധാരണയാണ് ഈ വൃത്തിയാണ് OCD എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. അതൊന്നും അത് അല്ല. മാത്രല്ല, നമ്മൾ ചില കാര്യങ്ങളിൽ ഒബ്സഷൻ എന്തിനോടെങ്കിലും നമുക്ക് തോന്നിയാൽ നമ്മൾ അതിൽ ഇങ്ങനെ റിപ്പീറ്റീവ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് വിഷയം. ഇപ്പൊ അങ്ങനെ ഒരു സാധനം ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് വിഷയമാണെങ്കിൽ അത് OCD ആണ്. അപ്പൊ ഇപ്പൊ തൊട്ട് മുന്നേ പറഞ്ഞില്ലേ എനിക്കൊരു ആങ്സൈറ്റി ഉണ്ട്, ഞാനിപ്പോ ഒരു ഇതെടുക്കുന്നു. അപ്പൊ എങ്ങനെയാ അത്, എനിക്കത് ടൂ മച്ച് ആണോ, എന്നിലുള്ള ആ ഒരു ഫീലിംഗ് എനിക്ക് തോന്നുന്നത് അത് ടൂ മച്ച് ആണോ? ഞാൻ സാധാരണ ഒരാൾ എല്ലാവർക്കും തോന്നുന്നത് തന്നെയാണോ എനിക്ക് തോന്നുന്നത്, അതോ അതിനൊക്കെ കുറച്ച് കൂടുതലായിട്ട് തോന്നുന്നുണ്ടോ? സോ ഞാനൊരു തെറാപ്പിസ്റ്റിന്റെ അടുത്ത് പോണോ? ഇങ്ങനെയൊക്കെ ഒരു തോട്ട് എപ്പോഴായിരിക്കും അഞ്ജുവിലേക്ക് വന്നിട്ടുണ്ടാവുക? എനിക്ക് എൻ്റെ പാസ്റ്റ് റിലേഷൻഷിപ്പ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഐ ഹാഡ് ഇഷ്യൂസ്. എനിക്ക് ക്ലിനിക്കലി ഞാൻ ഡിപ്രസ്ഡ് ആയിരുന്നു. അത് ഡയഗ്നോസ്ഡ് ആയിട്ടുള്ള ഇതായിരുന്നു. മറ്റേ ഡിപ്രഷൻ എന്ന് പറഞ്ഞ് വെറുതെ പറയുന്ന സാധനമല്ല, ക്ലിനിക്കലി ഡിപ്രസ്ഡ് ആയിരുന്നു. മെഡിക്കേഷൻ വേണ്ട സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ ഞാൻ ഉറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഒരു 1.5 മാസത്തോളം ഞാൻ ഉറങ്ങിയതേ ഇല്ല. ഡേയും ഉറങ്ങില്ല, ഡേയും ഉറങ്ങില്ല, നൈറ്റും ഉറങ്ങില്ല, ഫുൾ ടൈം ഓണാണ്. അപ്പൊ എന്താ ഈ ആലോചിച്ചോണ്ടിരിക്കണേ? എനിക്കും അറിയത്തില്ല. മൊത്തം നമ്പാണ്. എനിക്ക് കട്ടിലിൽ നിന്ന് എഴുന്നേക്കാൻ ബുദ്ധിമുട്ട്. പക്ഷെ ഡിപ്രഷൻ ഇത് മാത്രമല്ല, അറ്റ് ദ സെയിം ടൈം ഞാൻ ഷോസും ചെയ്യുന്നുണ്ടായിരുന്നു. ഷോസ് ചെയ്യുമ്പോൾ ഞാൻ പോയി ഒരു ഫേക്ക് ചിരിയും ഇട്ടിട്ട്. പക്ഷെ അവിടെ പ്രൊഡക്റ്റീവ് ആവാൻ പറ്റുന്നുണ്ടായിരുന്നോ? യെസ്, ചെയ്യും. കാരണം നമ്മളെ ജോലിയല്ലേ. എനിക്ക് അതും ഈ OCD ഭാഗമാണ്, ഒബ്സഷനാണ്, പെർഫെക്ഷൻ വേണം എന്നുള്ള സാധനമാണ്. അല്ല, പക്ഷെ ഇത്ര മാസം 1.5 മാസം ഉറക്കമില്ലെങ്കിൽ അത് ഒബ്വിയസ്ലി നമ്മുടെ ബോഡിയിൽ അത് കാണിക്കുമല്ലോ. നമ്മുടെ ഫേസിലും ബോഡിയിലും നമ്മുടെ പ്രൊഡക്ടിവിറ്റിയിലും ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. they didn't know that I was going through something എന്നുള്ളത് അവർക്ക് അറിയത്തില്ലായിരുന്നു.